വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചൈനീസ് ഡിഷായ ഗോബി മഞ്ചൂരിയൻ. ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അരിപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കോളിഫ്ലവർ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പാകത്തൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഓവറായിട്ട് ലൂസായി പോവരുത്, എന്നാൽ ഭയങ്കര തിക്കും ആവരുത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു 4 ഡ്രോപ്സ് റെഡ് ഫുഡ് കളറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി കോളിഫ്ലവർ ഇതിലിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഒരു 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് മറ്റേ വശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം, ഒരു സ്ട്രൈനറിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ളൊരു സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് സ്പ്രിംഗ് ഒനിയൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെലറി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ചെറുതായി കൊത്തിയരിഞ്ഞ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 പച്ചമുളക് നെടുകെ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ് 4 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് കുറുകി വരുന്നതിന് വേണ്ടിയാണ്. കോൺഫ്ലവർ നന്നായി കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഡ്രോപ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനാണ്. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്യൂബ് സൈസിൽ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ കോളിഫ്ലവറിൻ്റെ ചൂടിൽ കിടന്ന് ഇതൊന്ന് ചൂടായിക്കൊള്ളും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ളെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ 1/4 കപ്പ് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചൈനീസ് റെസിപ്പി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.